വികസന ചരിത്രത്തിൽ കേരളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാലയളവായാണ് കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. ആ നേട്ടത്തിന് ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ധനകാര്യ വകുപ്പ് നേതൃത്വം നൽകുന്ന കിഫ്ബിയാണ്. 80,000 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി വഴി കേരളത്തിന് ലഭിച്ചത്. അത് 1 ലക്ഷം കോടിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂലധന നിക്ഷേപം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് കിഫ്ബി എന്ന ചുരുക്കപ്പേരിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ചത്. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയുമായിരുന്നു അടിസ്ഥാന ലക്ഷ്യം. മാതൃവകുപ്പ് ധനവകുപ്പാണെങ്കിലും മറ്റെല്ലാ വകുപ്പുകളുടെയും വികസന പദ്ധതികൾ ചെന്നെത്തി നിന്നത് കിഫ്ബിയുടെ ഫണ്ടിലാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഏകദേശം 80,000 കോടി രൂപയിലധികമുള്ള പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് 1 ലക്ഷം കോടിയിലേക്ക് പോകും. അതിന് ഫണ്ട് കണ്ടെത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ റീപേയ്മെൻറ്റ് നടത്താം എന്നുള്ള കണക്കിലാണ്. ദീർഘകാലാടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും 10-20 വർഷം കൊണ്ട് തിരിച്ചടക്കുകയും ചെയ്യുന്നൊരു പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നാഷണൽ ഹൈവേക്ക് 25% ലാൻഡ് അക്വിസിഷൻ്റെ ഒരു വലിയ തുക 6,000 കോടിയോളം രൂപ നമ്മൾ കൊടുത്തു. ഭൂമി ഏറ്റെടുക്കുന്നതിന് കൊടുത്തു. ധാരാളം സ്കൂളുകളും കോളേജുകളും വന്നു. സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി ധാരാളം റോഡുകൾ നമ്മുടെ നാട്ടിലെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ ചെറിയ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ എല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരമൊക്കെ വളരെയധികം ഉയർന്നു. 40,000-ലധികം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാത്രം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇപ്പോഴാണെങ്കിൽ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള IT ഡിജിറ്റൽ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചിട്ടുണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ വലിയ 10, 200, 300 കോടിയൊക്കെ മുടക്കുന്ന റിസർച്ച് പാർക്കുകളും മറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് തൊഴിൽ കിട്ടാനും ഭാവിയിൽ കേരളം ഒരു പ്രധാനപ്പെട്ട ഗ്രോത്ത് സെൻ്ററായി മാറാനും ലോകത്തെല്ലായിടത്തു നിന്നും ആളുകൾക്ക് വന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യമുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയെ മുന്നോട്ട് പോകുന്നൊരു പ്രദേശമാക്കി മാറ്റാനും കഴിയുന്ന തരത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ കിഫ്ബി വഴി കഴിഞ്ഞിട്ടുണ്ട്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും തീരദേശ കനാലും ഏറ്റവും വലിയ വികസന പ്രവർത്തനമായി നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കുതിപ്പേകി കിഫ്ബി സ്കൂളുകളിലും ആശുപത്രികളിലും അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കിഫ്ബി വഴി നിക്ഷേപമെത്തി. പുതിയ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും ലാബുകളും ഉണ്ടാക്കി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വഹിച്ച പങ്ക് വലുതാണ്. യൂണിവേഴ്സിറ്റികളുടെ കെട്ടിടങ്ങൾ, ഹോസ്റ്റലുകൾ, പുതിയ സയൻസ് ലാബുകൾ, സയൻസ് പാർക്ക്, റിസർച്ച് സെന്റർ, ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ആദ്യഘട്ടത്തിൽ കിഫ്ബി എടുക്കുന്ന ലോണ് ബഡ്ജറ്റിന് പുറത്തുനിന്നാണ് അത് പ്രത്യേകമായി കരുതിയിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം കാരണം ഇപ്പോൾ അങ്ങനെ അത് അംഗീകരിക്കാതിരിക്കുകയും കിഫ്ബി എടുക്കുന്ന ലോണുകൾ നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വർഷത്തെയും ബഡ്ജറ്റിൻ്റെ ബോറോയിങ് പരിധി കൊണ്ടുവരികയും ചെയ്യുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുത്ത് തന്നെയാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ധനകാര്യ വകുപ്പ് ഈ കിഫ്ബിയുടെ പ്രവർത്തനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ മുൻകൈ എടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കിഫ്ബി തുടങ്ങിയ സമയത്തേക്കാളും അതിൻ്റെ ഫിനാൻഷ്യൽ ബർഡൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിൽ വരുന്നെങ്കിലും കിഫ്ബിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നതാണ്. മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആശുപത്രികൾ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ പുതുക്കി പണിയുകയാണ്. കിഫ്ബിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനോ വികസന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഇടയാക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നീളുന്ന ദേശീയപാത ഇന്നിപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാന കാരണം കിഫ്ബി വഴിയുള്ള നിക്ഷേപമാണ്. ഏകദേശം 6,000 കോടി രൂപയാണ് ദേശീയപാതയ്ക്ക് വേണ്ടി കിഫ്ബി വഴി നൽകിയത്. രാഷ്ട്രീയം കൂട്ടിക്കലർത്താതെ ഫണ്ട് അനുവദിക്കുന്നു എന്നതുകൊണ്ട് 140 മണ്ഡലങ്ങളിലും വികസനമെത്തി. 140 മണ്ഡലങ്ങളിലും കിഫ്ബിയുടേതായ എന്തെങ്കിലും എല്ലാം പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ആശുപത്രികളാണെങ്കിൽ വലിയ വിപുലമായ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ താലൂക്ക് ആശുപത്രി ലെവലിൽ വരെ വന്നു കഴിഞ്ഞു. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വലിയൊരു പദ്ധതി ഇപ്പോൾ കോഴിക്കോട് നേരത്തെ ആലോചിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ 500 കോടിയോളം രൂപ ചെലവ് വരുന്നതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സെൻറ്റർ. ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ കാലത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നാളത്തേക്ക് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് ജീവിത നിലവാരം എത്തിക്കാൻ സഹായിക്കുന്നതാണ്.
സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സഹായം വെട്ടിക്കുറച്ചപ്പോൾ പ്രതിസന്ധികൾ ഏറെയുണ്ടായിരുന്നു കിഫ്ബിക്ക് മുന്നിൽ. അതൊക്കെ മറികടന്നാണ് മുന്നോട്ടുള്ള പോക്ക്. കിഫ്ബി പ്രധാന പങ്ക് വഹിക്കുന്ന തുടർ വികസനങ്ങളാണ് ധനവകുപ്പിന്റെ ലക്ഷ്യം. പ്രാദേശികമായോ രാഷ്ട്രീയമായോ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. കാരണം റോഡ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന റോഡ് UDFിൻ്റെ മണ്ഡലമാണോ LDFിൻ്റെ മണ്ഡലമാണോ ഏത് രാഷ്ട്രീയമുള്ളതാണോ നോക്കിയിട്ട് പോകാൻ പറ്റില്ല. സ്കൂളുകൾ നല്ല എല്ലായിടത്തും പഠിക്കുന്നത് കുട്ടികളാണ്. ആ ഒറ്റ കാഴ്ചപ്പാടേ സർക്കാരിനുള്ളൂ. അതനുസരിച്ചിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതിന് കിഫ്ബി ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഏജൻസിയാണ്. ധനകാര്യ വകുപ്പാണ് ആ കിഫ്ബിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഇൻഫ്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വകുപ്പ് ഒരു സംവിധാനമാണ് അതെന്നുള്ളതുകൊണ്ടും ധനകാര്യ വകുപ്പിന് വളരെ സന്തോഷമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.